Hi everyone, welcome back to Kavita Sugar and Spice. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാംഗോ സാഗോ പുഡിംഗ്. സാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുനാരി അല്ലെങ്കിൽ സാബുദാന. പക്ഷേ നമ്മുടെ യൂഷ്വൽ സാബുദാനയല്ല, അതിൻ്റെ ചെറിയ വേർഷൻ മിനി സാഗോ എന്ന് പറയും. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ മിക്കവർക്കും അറിയുണ്ടാവുമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് കുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഈ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിനലി ഫാർ ഈസ്റ്റ് എന്നുള്ളതാണ്. പക്ഷേ എക്സാക്റ്റ് ഏതാ കൺട്രിന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്തുതന്നെയായാലും നമ്മൾ മലയാളികൾക്ക് മാങ്ങ പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടായ കാരണം ഈ റെസിപ്പി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് എങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. കുറച്ചൊരു പ്രെപ്പ് വർക്ക് ഉണ്ട് ഇതിന്. അതായത് ഒരു 3 സെക്ഷനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ പണി ഒരു ജെല്ലോ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു മാംഗോ ജെല്ലി, മാംഗോ ഫ്ലേവേർഡ് ജെല്ലി ക്രിസ്റ്റൽസ് ആണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കാൻ പോണത്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒരു കവറിൻ്റെ ഹാഫ് എടുക്കുന്നുള്ളൂ. അതായത് ഗ്രാമിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 40 grams അത്രേ ഞാനതിലേക്ക് ഇടുന്നുള്ളൂ കേട്ടോ. ഫുള്ള് ചെയ്യണില്ല. ഇതൊരു വെജിറ്റേറിയൻ ജെല്ലി ക്രിസ്റ്റൽസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ അഗറോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ജെലറ്റിനോ ഏതിനായാലും ഉപയോഗിക്കാം. മാംഗോ ഫ്ലേവർ ആയാൽ മതി എന്ന് മാത്രം. ഇനി അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക, സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഫുള്ള് മിക്സായി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജെല്ലി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം, കുറച്ച് സ്ക്വയർ കഷ്ണങ്ങളാക്കിയിട്ട്. അങ്ങനെ വെട്ടിയതിന് ശേഷം വെറുതെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്താൽ മതി. ഇങ്ങനത്തെ സ്ക്വയർ ക്യൂബുകളായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ജെല്ലി കൂടാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് നമ്മുടെ ഈ ചെറിയ സാബുനരിയുടെ ഈ സാധനം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വല്ല സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ വേറൊരു വീഡിയോ അതിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവില്ല, അത് കാരണം ഇതിൻ്റെ കൂടെ ചെയ്യാത്തത്. പിന്നെ മാംഗോ പൾപ്പ്, ഞാനിവിടെ ക്യാൻഡ് മാംഗോ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റെഗുലർ അതില്ലാന്നുണ്ടെങ്കിൽ ഒരു മാങ്ങ ചെത്തിയിട്ട് മിക്സിയിൽ അടിച്ചാൽ മതി. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു മാങ്ങയ്ക്ക് എന്നുള്ളൊരു കണക്കിൽ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 can ഇവോപ്പറേറ്റഡ് മിൽക്ക്, അല്ല കപ്പിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 3/4 കപ്പോളം ഇവോപ്പറേറ്റഡ് മിൽക്ക്. പിന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് ടേബിൾ ക്രീം ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ക്രീം എന്ന് പറയുന്നത്. അത് അത്ര കോമൺ ആയ ഒരു സാധനമല്ല. ഇത് എങ്ങനെയാണ് അത് കാണാനായിട്ട്. ടേബിൾ ക്രീം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ഈ കണ്ടൻസ്ഡ് മിൽക്കൊക്കെയുള്ള അതേ അയിൽ തന്നെയാണ് അത് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇത്രയിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ടേബിൾ ക്രീം നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് പിന്നെ ഹെവി ക്രീം യൂസ് ചെയ്യാം. അല്ല അതിന് ഫാറ്റിന് ബുദ്ധിമുട്ട്, അത് കൂടുതൽ ഫാറ്റായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ക്രീം ആയാലും മതി. ഒരു 1/4 കപ്പേ അത് ആവശ്യമുള്ളൂ. ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് 2 വിധത്തിലാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സാധനങ്ങൾ ഇവിടെ റെഡിയാണ്. ഇതിനൊപ്പം ഞാൻ ഒരു മാങ്ങയും ക്യൂബ്സാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 2 വിധത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ആദ്യത്തെ വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഈ മാംഗോ ഇത് പ്യൂരി 2 വലിയ സ്പൂൺ, ഒരു 1/4 കപ്പോളം. അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഇതിടാം. ഇതിലേക്ക്
നമ്മുടെ മാംഗോ ജെല്ലി, പാലിൻ്റെ ഈ മിക്സ്ചർ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ ഈ റെഗുലർ മാങ്ങയുടെ. ഇതാണ് ഒരു മെത്തേഡ് ആക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. അടുത്ത മെത്തേഡിൽ നമ്മൾ നമ്മുടെ ജെല്ലി മുഴുവൻ ഇതിലിടുകയാണ്. പിന്നെ നമ്മുടെ മാംഗോ പ്യൂരി. ഇത് പിന്നീട് 2 കപ്പുണ്ട്, അപ്പോൾ അതിന് കണക്കായിട്ടാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ സാഗു ദൂതിലേക്ക് ആഡ് ചെയ്യാം. അതിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതൊന്ന് സോക്കായതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെച്ച് ഒരു അരമണിക്കൂർ വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാങ്ങയുടെ പീസസ് ആഡ് ചെയ്യാം. ഞാനതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. നമുക്കിതിനെ ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. നല്ല തണുത്തത് പാകമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെയെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം സോക്കായി കഴിയുമ്പം സാബൂനരിയും പിന്നെ സാബുദാനയും ജെല്ലോ ഒക്കെ നല്ലോണം ആ മാംഗോൻ്റെ പൾപ്പിൽ ഒന്ന് കുതിരും. അതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2 വിധത്തിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ സെർവ് ചെയ്യാം. നമുക്കിനി അതിൻ്റെ മുകളിലായിട്ട് മുറിച്ച് വെച്ച മാങ്ങയും കുറച്ചെണ്ണം വയ്ക്കാം. വളരെ ക്രീമിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നേരത്തെ നിങ്ങൾക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.